जीवनहेतुना कण्ठे बध्नामि शुभगे त्वं जीव शरदः शतम्. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അത് തിന്നീർക്കാതെ കുറച്ചിങ്ങനെ ചുണ്ടിൽ വെക്കി. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഒന്ന് പോയേട്ടാ. ചേട്ടാ മതി, എപ്പോൾ തുടങ്ങിയതാ, എനിക്ക് ഉറക്കം വന്നിട്ടും വയ്യ. എൻ്റെ പൊന്നനു, ഇന്ന് നിൻ്റെ കല്യാണം. അവൻ നിന്നെ ഒന്ന് മനുഷ്യകൊലത്തിൽ കാണട്ടേടി. ഇന്നല്ലേ അവനിങ്ങനെ കാണാൻ പറ്റുമോ? ഓ വലിയ തമാശ. ആ ഫോണൊന്നും എടുത്ത് ബാങ്കിൽ നിന്നായിരിക്കും. ഓ അക്കൗണ്ടൻ്റ് ഉണർന്നല്ലോ. ഓ കട്ടായി. എൻ്റെ അനു, നീ ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് ഒരുങ്ങ്, എന്നിട്ട് നമുക്ക് ഇറങ്ങണ്ടേ? പിന്നെ എത്ര വർഷമായി ഞാൻ എൻ്റെ സാറിനെ കണ്ടിട്ട്? അത് നിങ്ങൾ 4 പേരും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നില്ലേ? ട്യൂഷൻ കഴിഞ്ഞാൽ വിളിക്കില്ല, കാണില്ല എന്നൊക്കെ. ആക്ച്വലി അത് എന്തിനായിരുന്നു? ഇത്രയും വർഷം കാണാതിരുന്ന് കാത്തിരുന്ന് കാണുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, അതിനു വേണ്ടി. ആ ബാക്കി 3 ഇത് തന്നെ പറഞ്ഞ്. വെറുതെ അല്ല കാർത്തി അഭിയും പറഞ്ഞ് പെണ്ണും കാണണ്ട, എൻഗേജ്മെൻറ്റും വേണ്ടാന്ന്. ഓ നിങ്ങൾ 4 എണ്ണത്തിനെ ഞാൻ സമ്മതിക്കുന്നു. ഓ ഒന്ന് വേഗം റെഡിയാവ്, സമയം ഒരുപാടായി. സുന്ദരിയായിട്ടുണ്ടെന്ന്. ചേട്ടാ കൊള്ളാവോ? എങ്ങനെയുണ്ട്? എനിക്കെപ്പോഴും നീ സുന്ദരിയല്ലേടി. അപ്പൊ ഞാൻ സീതമ്മേനേക്കാൾ സുന്ദരിയാണെന്നാണോ? അതോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് നീ എപ്പോഴും സുന്ദരിയാ. ഓഹോ അങ്ങനെയാണോ? ഇനി ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, മിസ്റ്റർ അഭിനവാണോ സുന്ദരൻ അതോ മിസ്റ്റർ ഗിരിയാണോ സുന്ദരൻ? മിസ്റ്റർ അഭിനവും അല്ല, മിസ്റ്റർ ഗിരിയും അല്ല. പിന്നെ ആരാ? മിസ്റ്റർ കൃഷ്ണ. ആ ഇത് ആരിത്? ഏത് പോരുന്നോട്? നിനക്കൊരു മാറ്റമല്ലല്ലോടാ. 7 വർഷം മുമ്പ് എങ്ങനെയാണ് എഴുതുന്നത് അതുപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും. മാഷിപ്പോഴും ചെറുപ്പക്കാരനായിട്ട് തന്നെ ഇരിക്കുകയല്ലേ, അപ്പോൾ കൂടെ എനിക്കും പിടിച്ചിരിക്കണ്ടേ? ഉവ്വ. ആ ഇപ്പോഴാണോ വരുന്നേ? ഓ ഒന്നും പറയണ്ട അന്നി, ലീവിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ലാന്നേ. പിന്നെ ബോസിൻ്റെ കൈയും കാലും പിടിക്കേണ്ടി വന്നു ഈ ഒരു ലീവ് കിട്ടാൻ. അഭി ഒരു ദിവസം പറഞ്ഞു റിസൈൻ ചെയ്യാൻ പോവാന്ന് പഞ്ചാര പറഞ്ഞു എന്ന്. ആ ഞാൻ റിസൈൻ ചെയ്യാൻ ചെന്നപ്പോൾ 2 വീക്സ് വെയിറ്റ് ചെയ്യേ, സാലറി കൂട്ടിത്തരാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു 2 വീക്സ് കൂടി അല്ലേ ഉള്ളൂ, വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. സാലറി ഒക്കെ കൂട്ടി കിട്ടുമ്പോൾ ഒരു മാരേജിനെ കുറിച്ചൊക്കെ ചിന്തിക്കാട്ടോ. അത് ശരിയാ. അല്ല നമ്മുടെ ചെക്കനെന്തേ അഭി? പ്രൊഫസറെ നീ എന്നോട് മിണ്ടണ്ട, ഇപ്പോഴാണ് കയറി വരുന്നത്. സോറിടാ, ലീവ് കിട്ടിയില്ല. ഇറ്റ്സ് ഓക്കേടാ, നീ വന്നല്ലോ, എനിക്കത് മതി. പിന്നെ എങ്ങനെ പോന്നു എൻ്റെ പ്രൊഫസർ ലൈഫ്? വലിയ കുഴപ്പമില്ല. എടാ നീ ഗിരിയുടെ അടുത്ത് പോയായിരുന്നോ? അവിടെ പോയിട്ടാണ് ഞാൻ വന്നത്. നീ എൻ്റെ പെണ്ണിനെ കണ്ടോടാ? കണ്ടു. അയ്യടാ നാണം കണ്ടേ. ഒന്ന് പോടാ. എടാ ഈ 7 വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾ വീഡിയോ കോളൊന്നും വിളിച്ചിട്ടില്ലേ? നോ വോയിസ് കോൾ, നോ വീഡിയോ കോൾ, നോ ചാറ്റിംഗ്. അപ്പം നന്ദുവും കാർത്തിക്കും? അവരും അതെ.
ചേട്ടാ, നന്ദു അങ്ങ് വിളിച്ചായിരുന്നോ? ഇല്ലല്ലോ, എന്താ? അവളെന്നെ വിളിച്ചായിരുന്നു. ഞാൻ തിരിച്ച് വിളിച്ചിട്ട് എടുക്കുന്നില്ല, അതാ. അവൾ അങ്ങോട്ട് വന്നോളൂന്നേ. പാ, നമുക്ക് ഇറങ്ങാൻ സമയേ, ഇറങ്ങാം. അബി, നമുക്കിറങ്ങാട്ടോ. ആ, വരിക. ഇനി ആ കാർത്തിയും കൂടി വന്നാൽ മതി. കേറി വാളിയ. അങ്ങനെ എൻ്റെ 7 വർഷത്തിൻ്റെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ അബി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, അവൾ ഇപ്പം തന്നെ വരും. ഇനി പെണ്ണിനെ വിളിച്ചോളൂ കേട്ടോ. ഇനി വരൻ വധുവിന് താലി അണിയിച്ചോളൂ. വർഷത്തിൻ്റെ ഇടയിൽ പുതിയ പ്രപ്പോസൽ വന്നായിരുന്നോ? യെസ്, ഞാൻ കോളേജിൽ സാറായിട്ട് ജോയിൻ ചെയ്തപ്പോൾ 2 വയസ്സ് കഴിഞ്ഞപ്പോൾ 2 പേര് എന്നെ പ്രപ്പോസ് ചെയ്തു. അവരുടെ പേര് ദേവും അർച്ചന. എന്നിട്ട് സാർ എന്ത് പറഞ്ഞു? ഞാൻ അവരോട് നമ്മുടെ ലവ് സ്റ്റോറി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതിന് വേണ്ടി ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. അനു, ഐ ലവ് യു. I love you too. ദേ അനു, കരഞ്ഞ മേക്കപ്പ് ഒട്ടും പോകും. ഇനി നമുക്ക് നമ്മുടെ ചെക്കനും പെണ്ണിനും ഒരു ഗെയിം കൊടുത്താലോ? ഗെയിമോ? വേറെ ഒന്നല്ല, ഈ ഇരിക്കുന്ന ബൗളിൽ നിന്ന് അവർ 2 പേരും ഒരു ലോട്ട് വെച്ച് എടുക്കണം. അതിൽ പറഞ്ഞേക്കുന്ന എന്താണോ അതവർ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോട്ട് എടുക്കാൻ പോകുന്നത് അനു. ദൈവമേ, ഇതിൽ എന്തൊക്കെയാണോ എഴുതിയിട്ടേക്കുന്ന ഇവന്മാർ. ആ, മടിച്ച് നിൽക്കാതെ എടുക്കുന്നു. ഇതോ? രണ്ടുകൂടെ മുഖം നോക്കി. അതെ, എന്താണോ കിട്ടിയത്? എന്തായാലും ഇപ്പം അറിയാം. ഓക്കെ, ഞങ്ങളോട് പറയണ്ട കിട്ടിയത് എന്താന്ന്. കിട്ടിയത് എന്താണോ അത് ചെയ്ത് കാണിച്ചാൽ മതി. ആ, എല്ലാവരും ഒന്ന് കൈയടിക്കുന്നേ. അബിയേട്ടാ, ഇങ്ങോട്ട് നോക്ക് അബിയേട്ടാ. എന്തിനാ നോക്കിയിട്ട്? ചുമ്മാ നോക്കുന്നേ. ഒട്ടും വൈകണ്ട, അബിയേട്ടനെ ലോട്ടങ്ങ് എടുക്കുക. എല്ലാവരും ഉഷാറായിട്ട് നമ്മുടെ അബിയേട്ടന് കൈയ്യടി കൊടുക്കുന്നേ. ഒരു കാറ്റിൽ നീന്തി വന്നെന്നിൽ പെയ്തു നിൽക്കു നീ എന്നും
മഴമയിൽ പീലി നീർത്തും പ്രിയ സ്വപ്നമേ, പല വഴിമരങ്ങളായി നിലവുകൾ നിൽക്കെ കൊലുസണിയുന്ന നിലാവേ, നിൻ പദതാളം വഴിയുന്ന വനവീഥി ഞാൻ. വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ. ഒരുത്തനാണെങ്കിൽ വരനെ സ്വീകരിക്കാൻ നേരത്ത് ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവൂടാ എന്നും പറഞ്ഞ് പോയവനാ. ഇങ്ങോട്ട് വരട്ടെ, അവൻ വെച്ചിട്ടുണ്ട്. അനു, എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താ സാർ? ആ ബെസ്റ്റ്, അതിനല്ലേ സർപ്രൈസ് എന്ന് പറഞ്ഞേ. എടാ, എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? ഇഷ്ടമായോ? ഓടാ പട്ടി, ഇങ്ങനൊരു പ്ലാൻ തന്നെ ഉണ്ടാക്കിയത് നീയല്ലായിരുന്നു കോളേജിൽ വെച്ച്, അതുകൊണ്ട് നിനക്ക് തന്നെ തന്നു. ഏയ് ശരിക്കും? അതേടിയാനു, ഇവന്റെ കല്യാണത്തിനല്ല, ഞങ്ങളുടെ കല്യാണത്തിന്. അത് തന്നെ, ഞങ്ങളുടെ 3 വട്ടം കല്യാണത്തിന് ഇവൻ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വെച്ചല്ലേ. യെസ് ഓഫ് കോഴ്സ്. നീ ഞങ്ങളുടെ ചങ്ങലിടാ, അപ്പൊ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ഓ, വേണ്ടിയിരുന്നില്ല. അപ്പൊ നമുക്ക് ബാക്കി ചടങ്ങുകൾ തുടങ്ങിയാലോ? പെണ്ണിനും ചെക്കനും മധുരം കൊടുത്തു തുടങ്ങാം. മധുരം കൊടുക്കാൻ വരട്ടെ, ഒരാളും കൂടി വരാനുണ്ട്, അവനും കൂടി വന്നിട്ട് കൊടുക്കാം. കാർത്തികല്ലേടാ? ആ, അവൻ തന്നെ. അവൻ ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ വരനെ സ്വീകരിക്കാൻ നേരത്ത് വരൂടാന്ന് പറഞ്ഞ് പോയവനാ. ഇല്ലെങ്കിൽ എന്നെ മധുരം കൊടുക്കാൻ നേരത്തെ ഇങ്ങനെ വരുമെന്ന്. നോക്കട്ടെ, അവൻ വരട്ടെ. എന്തായാലും വരാതൊന്നും ഇരിക്കില്ല. അതെ, വരുമെന്ന് പറഞ്ഞാൽ അവൻ വരും. അങ്ങോട്ടൊന്ന് നോക്കിയേ. ഇതൊക്കെ എപ്പോ? ഇന്ന് ഞങ്ങളുടെ മാരേജും കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ അതന്നെ ഞങ്ങളും. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞോടാ നീ? എന്റെ കല്യാണമെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല, പിന്നെയാണ് നിങ്ങൾ. എന്തോ എണീറ്റേടി, സമയായി. ഇന്നലെ കല്യാണത്തിന് പോയിട്ട് ലേറ്റ് ആയിട്ട് വന്നോണ്ട് ഭയങ്കര ക്ഷീണം. പോയി റെഡിയാവാ, ഇന്ന് കല്യാണല്ലേ. അയ്യോ ഞാൻ മറന്നു, ഇന്ന് അവളുടെ കല്യാണല്ലേ. അനുവിന്റെ അല്ല. അമ്മ എന്താ പറയണേ? പിന്നെ ആടെയാ? അപ്പഴാ ഞാൻ അറിയുന്നേ ഇന്നെന്റെ കല്യാണം എന്നുള്ള കാര്യം. രാവിലെ ഇവിടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മാവ് മുഹൂർത്തം നോക്കി ഇന്ന് നല്ല ദിവസമുള്ളൂ, അല്ലെങ്കിൽ 7 വർഷം കഴിഞ്ഞേ കെട്ടാൻ പറ്റുള്ളൂ എന്ന് നിങ്ങളുടെ ജാതകത്തിലുണ്ട്. നീ സെറ്റായപ്പോഴും പറഞ്ഞില്ല, ദേ ഇപ്പൊ കല്യാണവും പറഞ്ഞില്ല. നല്ല ബെസ്റ്റ് ഫ്രണ്ടാ. ഇത് പറയാൻ വേണ്ടി ഞാൻ 2 വട്ടം നിന്നെ വിളിച്ചു, നീ ഫോൺ എടുത്തില്ലല്ലോ. അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്യായിരുന്നു. ഞാൻ തിരിച്ചു വിളിച്ചപ്പോ നീ എന്തെടുക്കായിരുന്നേ? കുറച്ച് കഴിയുമ്പോൾ കാർത്തിക്ക് വരും, അപ്പൊ തന്നെ റെഡി ആയിട്ട് നിൽക്കണം. ഞാൻ എന്തായാലും അമ്പലത്തിലോട്ട് പോവാ. അമ്മ പോയാ ഞാൻ എങ്ങനെ സാരി ഉടുക്കും? ഇപ്പൊ തന്നെ സാറും വരും, ഇത് ഉടുത്തിട്ട് ശരിയാവുന്നില്ലല്ലോ. എടി നന്ദു, നിന്നോടാ ചോദിച്ചേ. അത് ഞാനും മേക്കപ്പ് ചെയ്യായിരുന്നു. ചിരിക്കുന്നോടാ, അവനെ പിടിക്കടാ. ഓടരുത്, ഓടിച്ചിട്ട് തല്ലും. ഒന്ന് പോടാ, ഞാൻ ഓടും. എടാ, അവന് കൊടുക്കുമ്പോൾ എൻ്റെയും കൂടി ഒരു ചേർത്ത് കൊടുത്തേരെ കേട്ടോ. അവനെ എന്നെ എപ്പോഴാണ് പിടിച്ചതെന്നറിയോ? കല്യാണത്തിന് 5 മിനിറ്റ് മാത്രം ഉള്ളപ്പോൾ.
അതും നന്ദു അനുവിനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എന്നെ വിളിച്ചതാ. അറിയാനോ, ഐ എം സോറി. ഞാൻ നിന്നെ വിളിച്ചതായിരുന്നു, നീ പറയാൻ പറ്റില്ല. കരയുന്നെന്തിനാ അതിന്? ഈ പെണ്ണിന് ഉറങ്ങണ്ടാവും എന്തോ. ഞാൻ കാല് തന്നെ വീണപ്പോ അത് കിസ്സായിപ്പോയി. എന്നിട്ട് ഞാൻ പിന്നെ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു എനിക്ക് വാച്ച് വേണമെന്ന്. നന്ദു നമുക്ക് കിടന്നാലോ? അതിനെന്ന് ഇപ്പോൾ ഒന്നും കിടക്കാറില്ലായിരുന്നല്ലോ. ആക്ച്വലി ഇല്ലായിരുന്നു, ഇങ്ങോട്ട് തുടങ്ങി. ആണോ? നല്ല കാര്യം. എന്നാ സാറ് കിടന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. എൻ്റെ പൊന്നു ഇവിടെ ഉള്ളത് കണക്കാം, വന്നത് കണക്കാം. അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ, പോയി നോക്കാം. ബെസ്റ്റ്. ഫസ്റ്റ് നൈറ്റ് കൂളാക്കിയിട്ട് കിടക്കുന്നുണ്ടല്ലേ. ഇവിടെ കിടന്നുറങ്ങിപ്പോയോ? എണീപ്പിക്കണ്ട, നല്ല ക്ഷീണം ഉണ്ടാവും. ഐ ലവ് യു സർ. നന്ദു, I want a kiss. അത്യാവശ്യം, അത്രയ്ക്ക് അത്യാവശ്യം. Please. പക്കോട. മോളെ ഇതാ. അവൻ്റെ റൂമിലോട്ട് പോയിട്ടുണ്ട്. ആ ശരി അമ്മ, ഗുഡ് നൈറ്റ്. എന്താ മോളെ വയ്യേ? ഏയ് ഒന്നുമില്ലമ്മ, ഞാനങ്ങോട്ട്. എൻ്റെ അനു, സമയം ഒരുപാടായി. ഇനി ഒന്ന് കയറി വന്നായിരുന്നെങ്കിൽ. ഇവളവിടെ എന്തെടുക്കുക? പാല് എനിക്ക് കുടിച്ചിട്ട് തന്നാൽ മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, സാറാ കുടിക്കേണ്ട ഫസ്റ്റ്. അനു കുടിക്കുക. സാറിങ്ങനെ ചിരിക്കാതെ എന്തെങ്കിലും എന്നോടൊന്ന് പറ. എൻ്റെ അനു, ഞാനിപ്പോൾ ഒന്നും പറയാൻ പറ്റിയ മൂടിലല്ല. പിന്നെ பார்வை வீசுவாள் உயிரின் கயிறில் அவளுமே செவ்விதழ் வருடும் போது வேக தங்கம் உருகுமே உலகின் ஓசை அடங்கும் போது உயிரின் ஓசை தொடங்குமே. എൻ്റെ ദൈവമേ, എൻ്റെ കഴുത്ത്. സാർ എനിക്ക് വേദനിക്കുന്നുണ്ട്. അനു, ഇതുവരെ സ്വരാശരങ്ങളെ ആയിട്ടുള്ളൂ, ചില്ലശരായിട്ടില്ല. കീർത്തു, നീ എവിടെയാ? അമ്മ, ഞാൻ ഇവിടെ ഉണ്ട്, മുറ്റത്ത്. ഓ അൻവി വന്നില്ലേ? അതെന്താ പോലും വരാത്ത? എന്നാ നിനക്ക് അപ്പുറം പോയി നോക്കാൻ പാടില്ലായിരുന്നോ? ഇവിടെ 4 സ്റ്റെപ്പ് വയ്ക്കാൻ വയ്യെന്നാ. എടാ കാർത്തി, അൻവിയോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. അബി, അവനിപ്പോ വരും. ആ പെണ്ണാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അനു, എന്താ സാർ? ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, ഇതിപ്പോൾ തീരും. വേണ്ട, ഇതിപ്പോ തീരും. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, ഇതിപ്പോ തീരും. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, ഇതിപ്പോ തീരും.
ഓക്കെ ഓക്കെ, തീർന്നു കഴിയുമ്പോൾ റൂമിലോട്ടൊന്ന് വന്നേ. എടി കീർത്തന, അയ്യോ കീർത്തന, ഇതൊക്കെ മോശാട്ടോ. അൻവേട്ടന് എനിക്ക് ഇഷ്ടമായോണ്ട് തന്നതല്ലേ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല, അതൊക്കെ മോശം. അതെ, സാറിനിപ്പോൾ പണ്ടത്തെ പോലെ എന്നോട് സ്നേഹമൊന്നുമില്ല. കീർത്തൂനെ മതിയല്ലോ. ജലസിന് മരുന്നില്ല. ആ എന്തായാലും നീ കീർത്തന പണങ്ങി പോയി എൻ്റെ വീട്ടിലോട്ട്. ആഹാ, ഇതാരാ? എൻ്റെ വീട്ടിലോട്ടൊന്ന് വരുവോ? പിന്നെന്താ, വരാലോ. ഇനി പറ, എന്താ പ്രശ്നം? നീ എപ്പോഴും ഉമ്മോട് കൂടി അവന് അങ്ങനെ എപ്പോഴും അവനെ കൊടുക്കണ്ടേ, തോന്നുമ്പോഴല്ലേ കൊടുക്കണ്ടേ, മനസ്സിലായോ? ശരി ആൻറ്റി. പിന്നെ ഒരു മഴയുള്ള ദിവസം അൻവേട്ടനുണ്ടല്ലോ, എനിക്ക് ഉമ്മ എന്നിട്ട് എൻ്റെ പപ്പവട മേടിച്ചെടുത്തു. എടാ അതെന്താണ് സാധനം? പരിപ്പുവടയാടാ. പരിപ്പോട് വാങ്ങാൻ നിനക്ക് ഉമ്മ കൊടുക്കാലോ അവക്ക്.